ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ടോ ഞാനിങ്ങനെ വിചാരിക്കണു നമ്മുടെ നാടും വീടും പിന്നെ നമ്മുടെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കനാല് ഇതെവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ കേട്ടോ. കനാലൊന്നും ഞാൻ കാണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനും അനിയനും കൂടി അങ്ങനെ പോയതാണ് അലക്കാൻ. ധോനിബയുടെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ. അപ്പോൾ ആ തുണികളൊക്കെ നമ്മൾ കനാലിലാകുമ്പോൾ കുറച്ചും കൂടി ഒലഞ്ചി കഴുകിയിട്ട് കൊണ്ടുവരാമല്ലോ, വെള്ളമുണ്ട്. ഇത്രയും ദിവസം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അനിയനും കൂടിയാണ് പോയത്. ഇപ്പം ഇത്രയും ദിവസം വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങനെ വറ്റി വരണ്ടി കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കേട്ടോ വിട്ടിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, ഡാമിൽ ഇനി വെള്ളമില്ലാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, കുറച്ച് വെള്ളം വിട്ടിട്ടുള്ളൂ. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. തോട്ടിൽ വെള്ളമല്ലെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് കേട്ടോ അലക്കാൻ വരിക. ഇത് നിറച്ച് വെള്ളം വിടും. നമുക്കിങ്ങനെ മുകളിൽ നിന്നാൽ തന്നെ ഇങ്ങനെ കൈയെത്തിച്ചാൽ നമുക്ക് വെള്ളം ഇങ്ങനെ എത്തും. അത്രയും തോനെ വെള്ളം വിടും കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ വൈകിട്ട് എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ കുളിക്കാൻ വരികയായിരുന്നു. പിന്നെ തൊട്ട വീട്ടിലെ കുട്ടികളും എല്ലാവരും അവരൊക്കെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് പോയി കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു, എല്ലാവരും ഒരുമിച്ച് നീന്തലും കുളിയും നല്ല രസമായിരുന്നു. അതൊക്കെ അന്നത്തേക്ക് ഒരു കാലം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ ഇതിൽ വന്ന് കുളിക്കാറൊന്നുമില്ല കേട്ടോ. അലക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തോട്ടിൽ വെള്ളമില്ലെങ്കിൽ ഇവിടെ വന്ന് അലക്കാൻ വരുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് അലക്കിയിട്ട് പോകും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒരുപാട് പേര് കണ്ടു, നമ്മളെ സപ്പോർട്ട് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അവരോടൊക്കെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ കൂടെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. കാരണം നമ്മൾ തളർന്ന് പോകുന്നിടത്തുനിന്നൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു എന്താ പറയുക, വലിയൊരു ആശ്വാസമായിരിക്കും നമുക്ക്. അതിപ്പോൾ എൻ്റെന്നല്ല, നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അവരുടെ സ്നേഹമൊക്കെ അറിയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്തുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വരുന്ന വഴിക്ക് അപ്പോൾ താഴത്തെ വീട്ടിൽ അവൾ ചോദിച്ചു, അലക്കലൊക്കെ കഴിഞ്ഞു, കുട്ടി ഉറങ്ങുകയാണോ, എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ അവളോട് സംസാരിച്ചിട്ടും ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ ഏട്ടനും ഉണ്ടായിരുന്നു അവിടെ ഫ്രണ്ടിൽ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിയ സന്തോഷങ്ങളും ഒക്കെ കേട്ടോ, വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾ നമ്മുടെ കൂടെ വേണേ. അപ്പോൾ ധോനി ബേബി ഇതാ നിൽക്കുന്നു, അവൾ എണീറ്റിരിക്കുന്നു കേട്ടോ. ഞാൻ പോകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് എണീറ്റിരിക്കുന്നു. അപ്പോൾ ബായ്.